ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു പൈനാപ്പിൾ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പൈനാപ്പിൾ ജെല്ലി ലെയർഡ് പുഡിങ്ങാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അതിലാദ്യത്തെ ലെയർ പൈനാപ്പിളും പാലും വെച്ചിട്ടും പിന്നെ രണ്ടാമത്തെ ലെയർ ജെല്ലി പുഡിങ്ങും ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ജെല്ലി ലെയർ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെയർ ആയിട്ടുള്ള ഈ പൈനാപ്പിൾ പുഡിങ് മാത്രം ഉണ്ടാക്കിയാൽ മതി. നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ല സ്വീറ്റി ആയൊരു പുഡിങ് തന്നെയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിത് റെഡിയാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ പൈനാപ്പിൾ പുഡിങ്ങിലെ പാലും പൈനാപ്പിളും വെച്ചിട്ടുള്ള ലെയറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ പൈനാപ്പിൾ ആദ്യം തന്നെ വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് പൈനാപ്പിൾ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇവിടെ 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൈനാപ്പിളിലെ മധുരത്തിനനുസരിച്ചിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് വേവിച്ചെടുക്കണം. പൈനാപ്പിൾ നന്നായിട്ട് ചൂടായിട്ട് കഴിഞ്ഞാൽ പൈനാപ്പിളിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. നമ്മൾ സെപ്പറേറ്റ് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പൈനാപ്പിളൊക്കെ നന്നായിട്ട് കളർ മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. പൈനാപ്പിൾ ഓവറായിട്ട് നന്നായിട്ട് വെന്തുടയണമെന്നൊന്നുമില്ല, കളറൊന്ന് മാറി കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഇതേ പാത്രത്തിൽ നമുക്ക് പാൽ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ 2 കപ്പ് പാൽ ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. 230 ml മെഷർമെൻറ്റ് കപ്പിലാണ് ഞാൻ പാൽ അളന്നെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ പൈനാപ്പിൾ വേവിച്ചപ്പോൾ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്തിരുന്നു. അത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് ഒഴിച്ചു കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനിവിടെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ഫ്ലേവർ കൂടെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ ഒഴിച്ചെടുക്കുന്നതേ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പൈനാപ്പിൾ വേവിച്ച് വെച്ചിരുന്ന ആ മിക്സ് നമ്മൾ ഇതിലേക്ക് ഒന്നിച്ചിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ കുറച്ച് സമയം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം. ഇത് ചൂടാറി കഴിയുന്ന സമയം കൊണ്ട് നമുക്ക് ജലാറ്റിൻ മെൽറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഈ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജലാറ്റിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ ജലാറ്റിന് ഞാൻ തിളച്ച വെള്ളത്തിലിട്ടിട്ട് മെൽറ്റ് ചെയ്യാൻ പോവുകയാണ്. പിന്നെ ചൈന ഗ്രാസ് കൊണ്ടോ അഗർ അഗർ കൊണ്ടോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ പാക്കറ്റിൽ നോക്കിയിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ തിളച്ച വെള്ളത്തിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ജലാറ്റിന് ഇട്ട് കൊടുത്തു. ഇനി 2-3 മിനിറ്റ് കഴിഞ്ഞാൽ ഈ ജലാറ്റിന് നന്നായിട്ട് മെൽറ്റായിട്ട് വരും. അപ്പോൾ ആ മെൽറ്റായ ജലാറ്റിനാണ് നമ്മൾ പുഡിങ്ങിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ജലാറ്റിന് നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ പാലും പൈനാപ്പിളൊക്കെ വേവിച്ച് വെച്ചിരിക്കുന്ന ആ മിക്സിലേക്ക് മുഴുവനായിട്ടും അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഇത് പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചിട്ട് സെറ്റാകാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനിവിടെ ലെയർഡ് പുഡിംഗ് ആണല്ലോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഈ ട്രേയുടെ പകുതി ഭാഗത്തേക്ക് മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. നിങ്ങൾ വെറും പൈനാപ്പിൾ പുഡിംഗ് മാത്രമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ ട്രേയിലേക്ക് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ട് സെറ്റാകാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി. പിന്നെ ഇതിൽ മഞ്ഞ കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ സെറ്റാക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ സൈഡിലുള്ള പാലൊക്കെ പോയ അതൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേ നമ്മൾ ജെല്ലി പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായൊരു ഭംഗി കിട്ടുള്ളൂ. ഇനി ഞാനിവിടെ 2 പുഡിംഗ് ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്കും കൂടെ ഈ മിക്സ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിലും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നതേ ഉള്ളൂ. ഇനി ഇത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഒരു 2-3 മണിക്കൂർ സെറ്റാകാൻ വേണ്ടിയിട്ട് വെക്കണം. അത് സെറ്റായ ശേഷമാണ് നമ്മുടെ ജെല്ലി ലെയർ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇപ്പോൾ 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പുഡിംഗ് ഫ്രിഡ്ജിൽ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ സെറ്റായ ശേഷം മാത്രം നമ്മൾ അടുത്ത ലെയർ ഉണ്ടാക്കിയെടുക്കുക. ജെല്ലി പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫോസ്റ്റർ ക്ലാസിൻ്റെ ജെല്ലി മിക്സാണ് എടുത്തിരിക്കുന്നത്. പൈനാപ്പിൾ ഫ്ലേവർ ഉള്ളത് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിൻ്റെ മുകളിൽ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടതെന്ന് വിശദമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ 230 ml മെഷർമെൻറ്റ് കപ്പിൽ തിളച്ച വെള്ളത്തിലേക്ക് ഈ മിക്സ് ഇട്ട് കൊടുത്തിട്ട് അതേ അളവിൽ തന്നെ നന്നായിട്ട് തിളപ്പിച്ച വെള്ളം ചേർത്ത് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാനാണ് പറയുന്നത്.
അപ്പോൾ ഞാൻ ഈ ബൗളിലേക്ക് ഈ മിക്സ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. പിന്നെ ബ്രാൻഡിനനുസരിച്ചിട്ട് അളവൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ കവറിൻ്റെ മുകളിൽ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 230 ml നന്നായിട്ട് തിളപ്പിച്ചെടുത്ത വെള്ളം ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇത് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം അതേ അളവിൽ തന്നെയുള്ള നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച വെള്ളം ഈ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതും കൂടെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇത് നമ്മുടെ അടുത്ത ലെയറായിട്ട് നമ്മൾ വെക്കണം. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് നമ്മുടെ പൈനാപ്പിൾ പുഡിങ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ പൈനാപ്പിൾ പുഡിങ് നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ജെല്ലി ലെയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ജെല്ലി മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. എല്ലാറ്റിലേക്കും ഞാൻ മുഴുവനായിട്ടും ഈ ജെല്ലി മിക്സ് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതും നമുക്ക് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ കൊണ്ടുപോയിട്ട് നന്നായിട്ട് സെറ്റാവാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോഴാണ് നമ്മുടെ പുഡിങ് റെഡിയായി കിട്ടുക. ഇപ്പോൾ 1.5 മണിക്കൂറായിട്ടുണ്ട് നമ്മുടെ പുഡിങ്. ഈ സമയം കൊണ്ട് തന്നെ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ഫ്രിഡ്ജിൻ്റെയും തണുപ്പിനനുസരിച്ചിട്ട് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരെ ചിലപ്പോൾ 2-3 മണിക്കൂറൊക്കെ വേണ്ടി വരും കേട്ടോ സെറ്റാവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ജെല്ലി പുഡിങ് എടുത്തിട്ടൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നന്നായിട്ട് പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ജെല്ലി പുഡിങ്ങിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്ന ജെല്ലി മിഠായില്ലേ അതിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഈ ലെയർ ഒരുപാട് ഇഷ്ടമാവും. പിന്നെ ഇനി നമുക്കിതൊരു സ്പൂൺ കൊണ്ട് എടുത്തിട്ട് കഴിച്ച് നോക്കാം. ഇത് ഞാൻ കഴിച്ച് നോക്കിയപ്പോൾ പൈനാപ്പിൾ പുഡിങ്ങിന് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഈ ജെല്ലി ലെയർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ജെല്ലി മിഠായിയുടെ സെയിം ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് വരുള്ളൂ. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.